Hi all, welcome to I+. KSCB ഇലക്ട്രിസിറ്റി വർക്കറിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിതരണ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് 4 വയറുകൾ പുറത്തേക്ക് വരുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. ഇതിൽ 1 ന്യൂട്രലും 3 ഫേസുകളുമാണ്. 2. ന്യൂട്രൽ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. 3. ഫേസിനും ന്യൂട്രലിനും ഇടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വോൾട്ട് ആണ്. 4. ഏതെങ്കിലും 2 ഫേസുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 460 വോൾട്ട് ആണ്. അപ്പം വിതരണ ട്രാൻസ്ഫോമറിന്റെ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 3 ഫേസ് 4 വയർ സിസ്റ്റമാണ്. 3 ഫേസ് 4 വയർ സിസ്റ്റമാണ്. ഓക്കെ, അതായത് വിതരണ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് 4 വയറുകളാണ് പുറത്തേക്ക് വരുന്നത്. 4 വയറുകൾ. അതില് 3 ഫേസും 1 ന്യൂട്രലും ആയിരിക്കും. 3 ഫേസും 1 ന്യൂട്രലുമായിരിക്കും. ഓക്കെ, സാധാരണയായിട്ട് ഐഡിയൽ സിറ്റുവേഷനിൽ ന്യൂട്രൽ വയർ എർത്ത് ചെയ്തിരിക്കുന്നതിനാൽ അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 0 ആയിരിക്കും. മനസ്സിലായോ? ഐഡിയൽ സിറ്റുവേഷൻസിൽ ന്യൂട്രൽ വയർ എർത്ത് ചെയ്തിരിക്കുന്നതിനാൽ അതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്തായിരുന്നു? ഇതില് 1 ന്യൂട്രലും 3 ഫേസുകളുമാണ് അല്ലെ? 3 ഫേസുകളുമാണ്. അപ്പൊ അത് കറക്റ്റ് ഓപ്ഷൻ ആണല്ലോ. ഒന്നാമത്തേത് കറക്റ്റ് ഓപ്ഷൻ ആണ്. അപ്പൊ നമുക്കറിയാം, വിതരണ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് 4 വയറുകൾ പുറത്തു വരുന്നുണ്ട്. ഇതില് 1 ന്യൂട്രലും 3 ഫേസുകളുമാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ന്യൂട്രൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ന്യൂട്രൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതും കറക്റ്റ് ആണല്ലോ. കറക്റ്റ് ആണ്. അടുത്തത്, ഈ ഫേസിനും ന്യൂട്രലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണെന്ന് അറിയാമോ? 230 വോൾട്ട് ആണ്. ഫേസിനും ന്യൂട്രലിനും ഇടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വോൾട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ തന്നിരിക്കുന്ന എന്താണ്? ഒരു കറക്റ്റ് ഓപ്ഷൻ ആണ്. ഇനി ഏതെങ്കിലും 2 ഫേസുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ വോൾട്ടേജ്. എന്താണ്? ലൈൻ വോൾട്ടേജ്. ലൈൻ വോൾട്ടേജ്. ഏതെങ്കിലും 2 ഫേസുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസത്തെ വിളിക്കുന്ന പേരാണ് ലൈൻ വോൾട്ടേജ്. അതെങ്ങനെയാ കണ്ടുപിടിക്കുന്നതെന്ന് അറിയാമോ? അത് കണ്ടുപിടിക്കുന്നത് √3V ആണ്. √3V. അപ്പൊ നമുക്കറിയാം √3യുടെ വാല്യൂ എത്രയാണ്? √3യുടെ വാല്യൂ ആണ് 1.732 അല്ലെ? 1.732 ആണ് √3യുടെ വാല്യൂ. V എന്ന് പറയുന്നത് 230 അല്ലെ? V എന്ന് പറയുന്നത് 230. അപ്പൊ ഇത് ചെയ്യുമ്പോഴത്തേ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടുമെന്ന് അറിയാമോ? 400 വോൾട്ട് കിട്ടും. ഏകദേശം 400 വോൾട്ട് കിട്ടും. പക്ഷെ ഇവരെന്താ കൊടുത്തിരിക്കുന്നത്? ഏതെങ്കിലും 2 ഫേസുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്ര ആയിരിക്കും എന്ന് ഇവർ കൊടുത്തിരിക്കുന്നത്? 460 വോൾട്ട് എന്നാണ് കൊടുത്തിരിക്കുന്നത്. ശരിയാണോ? അല്ല. ഏതെങ്കിലും 2 ഫേസുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എന്ന് പറയുന്നത് ഏകദേശം എത്ര വോൾട്ട് ആണ്? 400 വോൾട്ട് ആണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും ആ 4th സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് അല്ലെ? ആദ്യത്തെ 3 ശരിയാണ്, 4th സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പം ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അല്ലെ? അതായത് 1, 2, 3 ശരി. ഓക്കെ, 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? തെറ്റാണ്. നമുക്ക് വരുന്ന കറക്റ്റ് ഓപ്ഷൻ ആണ് 1, 2, 3 ശരി എന്നുള്ളത്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ നല്ലതായിട്ട് കണ്ടന്റ് അറിയണം അല്ലെ? നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ഇത്തരം ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ കണ്ടന്റ് നല്ല രീതിയിൽ അറിഞ്ഞിരിക്കുക എന്നുള്ളത് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്നതിന് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതും ഒരുപാട് കൂടുതലാണ്. ഇത്തരത്തിൽ ഓപ്ഷൻസിൽ 1, 2, 3 ശരി, 1 ശരി, അങ്ങനെയൊക്കെ അത്തരത്തിലുള്ള ഓപ്ഷൻസ് തന്ന് ചോദിക്കുന്ന സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെയധികം കൂടി വരുന്നു. അപ്പം നമ്മൾ അത്രയും നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു റിയൽ മീനിങ് എന്ന് വെച്ചാലേ. ഇത് മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
വൈദ്യുതോർജം സംഭരിക്കാനും ആവശ്യമുള്ളപ്പോൾ ഡിസ്ചാർജ് വഴി ബാഹ്യ സർക്യൂട്ടിലൂടെ വൈദ്യുത പ്രവാഹം അല്പസമയത്തേക്ക് സാധ്യമാക്കാനും ഉപയോഗിക്കുന്ന ഘടകമാണ് ഓപ്ഷൻ എ റെസിസ്റ്റർ, ബി കപ്പാസിറ്റർ, സി വോൾട്ട്മീറ്റർ, ഡി ഗാൽവനോമീറ്റർ. നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കില് SCERTയുടെ 9th ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ SCERTയുടെ പുതിയ ടെക്സ്റ്റ് ബുക്കുകൾ നിങ്ങൾക്ക് സമഗ്രയുടെ സൈറ്റിൽ നിന്നും ലഭ്യമാണ്. അതിൽ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ 9th സ്റ്റാൻഡേർഡിലെ ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിൽ 9th ഫിസിക്സ് ടെക്സ്റ്റ് ബുക്കിൽ ഇലക്ട്രിക് കറണ്ട് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്. ഇലക്ട്രിക് കറണ്ട് ആ ഒരു ചാപ്റ്ററിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഇതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലായോ? അവിടെ കപ്പാസിറ്റേഴ്സ് എന്നുള്ള ഭാഗത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം ഇതുപോലെ ഇതേ ലൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മനസ്സിലായോ? എന്താണ്? വൈദ്യുതോർജ്ജം സംഭരിക്കാനും ആവശ്യമുള്ളപ്പോൾ ഡിസ്ചാർജ് വഴി ബാഹ്യ സർക്യൂട്ടിലൂടെ വൈദ്യുത പ്രവാഹം അല്പസമയത്തേക്ക് സാധ്യമാക്കുവാനും ഉപയോഗിക്കുന്ന ഘടകമാണ് എന്തെന്ന് പറയുന്നത്? കപ്പാസിറ്റർ എന്നുള്ള ഭാഗത്തിൽ ഈ ഒരു സെന്റൻസ് അതുപോലെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ മിക്കവാറും എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളിലും കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിലൂടെ മനസ്സിലായ ഒരു കാര്യം എന്താണ്? SCERTയുടെ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിക്കണം. നിങ്ങൾക്ക് SCERTയുടെ ടെക്സ്റ്റ് ബുക്ക് സമഗ്രയുടെ സൈറ്റിൽ നിന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് നല്ല രീതിയിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. മനസ്സിലായി? 8, 9, 10 ക്ലാസ്സുകളിലേക്ക് ടെക്സ്റ്റ് ബുക്ക് പ്രത്യേകിച്ച് നല്ല രീതിയിൽ വായിക്കണം. ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. നല്ല രീതിയിൽ വായിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോയാൽ ഇത് മനസ്സിലായല്ലോ. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതേപോലുള്ള സെനൻസ് ആണ്. അതേ സെനൻസ് തന്നെയാണ്. ആൻസർ എന്താണ്? കപ്പാസിറ്റർ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഉരസൽ മൂലം വൈദ്യുതീകരിക്കാനാകാത്തത് ഏത്? ഉരസൽ മൂലം വൈദ്യുതീകരിക്കുക അല്ലെ? എന്താണ്? ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ചാർജിങ് ബൈ എന്താണ്? ഫ്രിക്ഷൻ. ചാർജിങ് ബൈ ഫ്രിക്ഷൻ. ഏതൊക്കെയാണ് ഓപ്ഷൻ ആയിട്ട് തന്നിരിക്കുന്നത്? ഓപ്ഷൻ എ ഗ്ലാസ്, ഓപ്ഷൻ ബി പ്ലാസ്റ്റിക്, ഓപ്ഷൻ സി PVC പൈപ്പ് ആൻഡ് ഓപ്ഷൻ ഡി ഹാക്സോ ബ്ലേഡ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഇൻസുലേറ്റേഴ്സിനെയാണ് സാധാരണ രീതിയിൽ നമുക്ക് ഉരസൽ മൂലം വൈദ്യുതീകരിക്കാൻ പറ്റുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോണം. ഉരസൽ മൂലം വൈദ്യുതീകരിക്കാൻ ആകാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് തെറ്റിപ്പോകരുത്. ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിക്കണം. സാധാരണ രീതിയിൽ നമുക്ക് ഉരസൽ മൂലം വൈദ്യുതീകരിക്കാൻ ആകുന്നത് ഇൻസുലേറ്റേഴ്സിനെയാണ്. മനസ്സിലായോ? ഇവിടെ ഏതൊക്കെയാണ് ഇൻസുലേറ്റേഴ്സ്? ഗ്ലാസ്, പ്ലാസ്റ്റിക്, PVC പൈപ്പ് അല്ലെ? ഇതെല്ലാം എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. ഗ്ലാസ്, പ്ലാസ്റ്റിക്, PVC പൈപ്പ് ഇതെല്ലാം എന്താണ്? ഇൻസുലേറ്റേഴ്സ് ആണ്. അപ്പൊ ഇതിനൊക്കെ എന്താണ്? ഉരസൽ മൂലം വൈദ്യുതീകരിക്കാൻ പറ്റും. പക്ഷേ ഹാക്സോ ബ്ലേഡോ? ഹാക്സോ ബ്ലേഡ് എന്ന് പറഞ്ഞാൽ ഇതൊരു മെറ്റൽ ആണ് അല്ലെ? അപ്പൊ നമുക്കറിയാം മെറ്റൽ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയുടെ കണ്ടക്ടേഴ്സ് ആണ്. ഓക്കെ, അപ്പൊ നമ്മള് ലോഹങ്ങളെ ഉരസൽ മൂലം വൈദ്യുതീകരിക്കാൻ ശ്രമിച്ചാൽ പോലും അവിടെ ചാർജ് ഉണ്ടാവുമെങ്കിലും ആ ചാർജ്, വൈദ്യുത ചാർജ് ഉണ്ടാവുമെങ്കിലും ആ ചാർജ് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ഭൂമിയിലോട്ട് പ്രവഹിച്ചു പോകുന്നതിനാൽ അവിടെ ചാർജ് നിലനിൽക്കത്തില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ലോഹങ്ങളെ ഉരസൽ മൂലം വൈദ്യുതീകരിക്കാൻ സാധിക്കാറില്ല. അപ്പൊ ഹാക്സോ ബ്ലേഡ് എന്ന് പറയുന്നത് ഒരു മെറ്റലാണ്. അതുകൊണ്ട് തന്നെ ഹാക്സോ ബ്ലേഡിനെ നമുക്ക് ഉരസൽ മൂലം വൈദ്യുതീകരിക്കാൻ പറ്റത്തില്ല. ബാക്കി 3 ഗ്ലാസിനെയും പ്ലാസ്റ്റിക്കിനെയും PVC പൈപ്പിനെയും ഒക്കെ നമുക്ക് ഉരസൽ മൂലം വൈദ്യുതീകരിക്കാനാകും. കാരണം അവ ഇൻസുലേറ്റേഴ്സ് ആയതുകൊണ്ട്. മനസ്സിലായോ? അപ്പം അതുകൊണ്ടാണ് എന്ത് ഓപ്ഷൻ ഡി ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ഓപ്ഷൻസിനെ എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ട് എത്തിച്ചേരാനായിട്ട് പറ്റും. മനസ്സിലായാലും സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ സാധാരണയായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര കിലോ വോൾട്ടിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ സാധാരണയായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് എത്ര കിലോ വോൾട്ടിലാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം
ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ സാധാരണയായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് 11 കിലോ വോൾട്ടിലാണ്. 11 കിലോ വോൾട്ടിലാണ്. മനസ്സിലായോ? പിന്നീട് ഈ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി നമുക്ക് പല സ്ഥലങ്ങളിലോട്ട്, ദൂര സ്ഥലങ്ങളിലോട്ടൊക്കെ എത്തിക്കുന്നതിനായിട്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകൾ ഉപയോഗിച്ച്, അതായത് നമുക്ക് ഈ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി ദൂര സ്ഥലങ്ങളിലോട്ട് എത്തിക്കുമ്പോൾ പവർ ലോസ് കുറയ്ക്കാനായിട്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ഇതിനെ 110 കിലോ വോൾട്ടും 220 കിലോ വോൾട്ടും ഒക്കെ ആയിട്ട് ഇതിന്റെ വോൾട്ടേജ് ഉയർത്താറുണ്ട്. മനസ്സിലായോ? പിന്നീട് അത് ഉപഭോക്താക്കളിലേക്ക് കൊടുക്കുമ്പോൾ, അതായത് ഗാർഹിക ആവശ്യങ്ങൾക്കൊക്കെ കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നറിയാമോ? സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറുകൾ ഉപയോഗിച്ചിട്ട് ഇത് 230 വോൾട്ടിലേക്ക് എത്തിക്കും. മനസ്സിലായോ? ആ ഒരു പ്രോസസ്സാണ് അല്ലെ. സാധാരണയായിട്ട് ഇന്ത്യയിലെ പവർ സ്റ്റേഷനുകളിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് 11 കിലോ വോൾട്ടിലാണ്. പിന്നീട് ഈ നമ്മൾ ഉൽപ്പാദിപ്പിച്ച വൈദ്യുതി ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിക്കാനായിട്ട് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിച്ചിട്ട് അതിന്റെ വോൾട്ടേജ് 110 കിലോ വോൾട്ടും 220 കിലോ വോൾട്ടുമായിട്ടൊക്കെ ഉയർത്താറുണ്ട്. പിന്നീട് നമ്മൾ ഗാർഹിക ആവശ്യങ്ങൾക്കൊക്കെ ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് അത് 230 വോൾട്ടിലേക്ക് എന്ത് ചെയ്യാറുണ്ട്? എത്തിക്കാറുണ്ട്. മനസ്സിലായോ? ഇതും നിങ്ങൾക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഫിഗർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. SCERTയുടെ 10th ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, ഇതും നിങ്ങൾക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള കാര്യമാണ്. SCERTയുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ എനർജി, ഇലക്ട്രിക്കൽ എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ, SCERTയുടെ 10th ന്യൂ ടെക്സ്റ്റ് ബുക്കിൽ 10th ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ ഫിസിക്സിൽ ഇലക്ട്രിക്കൽ എനർജി കൺസംഷൻ ആൻഡ് കൺസർവേഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിങ്ങൾക്ക് ഈ ഫിഗർ ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സ് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓക്കെ, ഇത് ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. അതോടൊപ്പം തന്നെ ഈ ടെക്സ്റ്റ് ബുക്ക്, ഈ 9, 8, 9, 10 ഒക്കെ ക്ലാസ്സുകളിലെ ടെക്സ്റ്റ് ബുക്ക് നല്ല രീതിയിൽ വായിക്കാനായിട്ട് മറന്നു പോകരുതാരും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം നമുക്ക്. വൈദ്യുതോർജ്ജം അളക്കാനുള്ള ഉപകരണമാണ് ഓപ്ഷൻ എ മൾട്ടിമീറ്റർ, ഓപ്ഷൻ ബി അമ്മീറ്റർ, ഓപ്ഷൻ സി വാട്ടവർ മീറ്റർ ആൻഡ് ഓപ്ഷൻ ഡി വോൾട്ട് മീറ്റർ. വൈദ്യുതോർജ്ജം അളക്കാനുള്ള ഉപകരണം എന്ന് പറഞ്ഞാല് എന്താണെന്നറിയാമോ? ഇവിടെ വാട്ടവർ മീറ്റർ, വൈദ്യുതോർജ്ജം. ഓക്കെ, ശ്രദ്ധിക്കണം. വൈദ്യുതോർജ്ജം, ഇലക്ട്രിക്കൽ എനർജി, വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ്. വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? വാട്ടവർ മീറ്റർ എന്ന് പറയുന്നത്. വാട്ടവർ മീറ്റർ ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന എനർജി മീറ്റർ തന്നെയാണ്. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. മൾട്ടിമീറ്റർ, നിങ്ങൾക്ക് അറിയാലോ, മൾട്ടിമീറ്റർ നമ്മൾ പലതും അളക്കാൻ ഉപയോഗിക്കും. അതായത് കറണ്ടോ, റെസിസ്റ്ററോ, കറണ്ട് വോൾട്ടേജ്, അതുപോലെ റെസിസ്റ്റൻസ്, കറണ്ട് അളക്കാനായിട്ട് ഉപയോഗിക്കും, വോൾട്ടേജ് അളക്കാനായിട്ട് ഉപയോഗിക്കും, റെസിസ്റ്റൻസ് അളക്കാനായിട്ട് ഉപയോഗിക്കും. മൾട്ടിമീറ്റർ പേര് തന്നെയുണ്ട് അല്ലെ, മൾട്ടി പർപ്പസ്. നെക്സ്റ്റ് അമ്മീറ്റർ. അമ്മീറ്റർ നിങ്ങൾക്ക് അറിയാലോ, എന്ത് അളക്കാനാണ് ഉപയോഗിക്കുന്നത്? ഇലക്ട്രിക് കറണ്ട് അല്ലെ, ഇലക്ട്രിക് കറണ്ട് അളക്കാനായിട്ട് ഉപയോഗിക്കുന്നു. ഇലക്ട്രിക് കറണ്ട്. നെക്സ്റ്റ് വോൾട്ട് മീറ്റർ. വോൾട്ട് മീറ്റർ എന്തെടുക്കാനാണ് ഉപയോഗിക്കുന്നത്? വോൾട്ട് മീറ്റർ വോൾട്ടേജ് അല്ലെ, വോൾട്ടേജ് അളക്കാനാണ് വോൾട്ട് മീറ്റർ യൂസ് ചെയ്യുന്നത്. സോ നമുക്കിവിടെ ആൻസർ ആയിട്ട് വരുന്ന ഏതാണ്? വാട്ടവർ മീറ്റർ ആണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളൊരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ആ ക്വസ്റ്റ്യൻ നല്ല രീതിയിൽ വായിക്കുക, അണ്ടർലൈൻ ചെയ്ത് വായിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തെ കാര്യം, നമ്മൾ ഓപ്ഷൻസ് നല്ല രീതിയിൽ വായിക്കുക, ഓപ്ഷൻസിനെ അനലൈസ് ചെയ്യുക, എന്നിട്ട് കറക്റ്റ് ഓപ്ഷൻ ഏതാണെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്യുക. മറ്റുള്ള ഓപ്ഷൻസിന് അല്ലെങ്കിൽ മറ്റുള്ള ഓപ്ഷൻസിൽ നിന്ന് ഇതുപോലെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ പഠിക്കാനായിട്ട് കാണും, ഇപ്പം നമ്മൾ പഠിച്ചതുപോലെ തന്നെ അല്ലേ. അപ്പൊ അത്തരം കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ടെങ്കിൽ മറ്റു ഓപ്ഷൻസുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട്സ് കൂടെ പഠിച്ചു പോകാനായിട്ട് ശ്രദ്ധിക്കുക. അത് മാത്രമേ നമ്മൾ ആ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നതിന്റെ യഥാർത്ഥത്തിലുള്ള ഒരു ഗുണം നമുക്ക് കിട്ടത്തുള്ളൂ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? അടുത്ത ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നതിൽ ഏതാണ് തുറന്ന സർക്യൂട്ട്? ഓപ്ഷൻ എ ഫാൻ കറങ്ങുന്നു, ഓപ്ഷൻ ബി കേടായ ബെല്ലിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു, ഓപ്ഷൻ സി മിക്സി പ്രവർത്തിക്കുന്നു, ഓപ്ഷൻ ഡി ബൾബ് പ്രകാശിക്കുന്നു. നമുക്കിത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, പെട്ടെന്ന് ആലോചിച്ചാൽ നമുക്ക് കിട്ടും. ഈ തുറന്ന സർക്യൂട്ട് എന്ന് വെച്ചാൽ എന്താ? ഓപ്പൺ സർക്യൂട്ട് ആണ് അല്ലെ. ഓപ്പൺ സർക്യൂട്ട് നമ്മൾ ഓപ്പൺ സർക്യൂട്ടും ക്ലോസ്ഡ് സർക്യൂട്ടും ഒക്കെ പഠിച്ചിട്ടില്ലേ? തുറന്ന സർക്യൂട്ട് എന്ന് വെച്ചാൽ ഓപ്പൺ സർക്യൂട്ട്, അടഞ്ഞ സർക്യൂട്ട് എന്ന് വെച്ചാൽ ക്ലോസ്ഡ് സർക്യൂട്ട്. നമുക്കറിയാം വൈദ്യുത പ്രവാഹം നടക്കുന്ന സർക്യൂട്ടാണ് ക്ലോസ്ഡ് സർക്യൂട്ട്. വൈദ്യുത പ്രവാഹം സാധ്യമാകാത്ത സർക്യൂട്ടാണ് എന്ത്? തുറന്ന സർക്യൂട്ട്. മനസ്സിലായോ? വൈദ്യുത പ്രവാഹം സാധ്യമാകാത്ത സർക്യൂട്ടാണ് തുറന്ന സർക്യൂട്ട്. വൈദ്യുത പ്രവാഹം നടക്കുന്ന സർക്യൂട്ടാണ് എന്ത്? ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് പറയുന്നത് അല്ലെ, അടഞ്ഞ സർക്യൂട്ട്. സോ ഇവിടെ നിങ്ങൾ ഓപ്ഷൻസ് നോക്കി, ഈ ഫാൻ കറങ്ങുന്നു, ഉറപ്പായിട്ടും അതൊരു ക്ലോസ്ഡ് സർക്യൂട്ടാണ്, വൈദ്യുത പ്രവാഹം ഇവിടെ സാധ്യമാകുന്നുണ്ട് അല്ലെ. മിക്സി പ്രവർത്തിക്കുന്നു, ഉറപ്പായിട്ട് ക്ലോസ്ഡ് സർക്യൂട്ട്. ബൾബ് പ്രകാശിക്കുന്നു, അതും ഉറപ്പായിട്ടും എന്ത് തന്നെയാണ്? ക്ലോസ്ഡ് സർക്യൂട്ട് തന്നെയാണ്. മനസ്സിലായോ? എല്ലാ വൈദ്യുത പ്രവാഹം സാധ്യമാകുന്നുണ്ട്. വൈദ്യുത പ്രവാഹം ഇവിടെ സാധ്യമാകാത്തത് എവിടെയാണ്? ഓപ്ഷൻ ബിയിലാണ് അല്ലെ. കേടായ ബെല്ലിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു എന്ന് പറയുമ്പം നമുക്കറിയാം, കേടായ ബെല്ലിന്റെ സ്വിച്ച് നമ്മൾ ഓൺ ചെയ്താലും അവിടെ വൈദ്യുത പ്രവാഹം നടക്കൂ? ഇല്ലല്ലോ, വൈദ്യുത പ്രവാഹം നടക്കത്തില്ല. അപ്പൊ ഉറപ്പായിട്ടും അതിന്റെ ആൻസർ ആയിട്ട് വരുന്ന എന്താണ്? കേടായ ബെല്ലിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നതാണ് വൈദ്യുത പ്രവാഹം നടക്കാത്തത്. നമ്മളിപ്പോ കേടായ ബെല്ലിന്റെ സ്വിച്ച് പോയി ഓൺ ചെയ്താലും അവിടെ വൈദ്യുത പ്രവാഹം ഒന്നും നടക്കത്തില്ല. അപ്പൊ ഏതാണ്? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കേടായ ബെല്ലിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു എന്നുള്ളതാണ് കറക്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്. മനസ്സിലായോ? കേടായ ബെല്ലിന്റെ സ്വിച്ച് ഓൺ ചെയ്യുന്നു. മനസ്സിലായല്ലോ? സോ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാണ്. ഒരു അടഞ്ഞ സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ അതിലെ സെല്ലിന്റെ 2 ടെർമിനലുകൾ ഓപ്ഷൻ എ ഉയർന്ന പൊട്ടൻഷ്യലിലായിരിക്കണം, ഓപ്ഷൻ ബി വ്യത്യസ്ത താപനിലയിലായിരിക്കണം, ഓപ്ഷൻ സി വ്യത്യസ്ത ഉയരത്തിലായിരിക്കണം, ആൻഡ് ഓപ്ഷൻ ഡി തമ്മിലൊരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം അല്ലെ. നമുക്കറിയാം അടഞ്ഞ സർക്യൂട്ട് എന്ന് വെച്ചാൽ ക്ലോസ്ഡ് സർക്യൂട്ട്. ക്ലോസ്ഡ് സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ ഉറപ്പായിട്ട് അവിടെ എന്ത് വേണം? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് വേണം അല്ലെ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം. അതായത് സെല്ലിന്റെ 2 ടെർമിനലുകൾ തമ്മിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. മനസ്സിലായോ? അതായത് ഉയർന്ന പൊട്ടൻഷ്യലിൽ നിന്ന് താഴ്ന്ന പൊട്ടൻഷ്യലിലേക്ക് മാത്രമേ വൈദ്യുതി പ്രവഹിക്കത്തുള്ളൂ. ഓക്കെ, അപ്പം സെല്ലിന്റെ 2 ടെർമിനലുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ വൈദ്യുത പ്രവാഹം സാധ്യമാകത്തുള്ളൂ. അപ്പം ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏതായിട്ട് വരും? ഓപ്ഷൻ ഡി, തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം എന്നുള്ളത് തന്നെയാണ് ആൻസർ. അതായത് ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാകണമെങ്കിൽ അതിലെ സെല്ലിന്റെ 2 ടെർമിനലുകൾക്കിടയിൽ ഉറപ്പായിട്ടും അല്ലെ 2 ടെർമിനലുകൾ തമ്മിൽ ഒരു പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഉയർന്ന പൊട്ടൻഷ്യലിൽ നിന്ന് താഴ്ന്ന പൊട്ടൻഷ്യലിലേക്ക് മാത്രമേ വൈദ്യുതി പ്രവഹിക്കത്തുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബേസിക് ഫാക്ടറിന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. വൈദ്യുതിയുടെ താപബലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് എന്താണ്? ഓപ്ഷൻ എ സുരക്ഷാ ഫ്യൂസ്, ഓപ്ഷൻ ബി MCB, ഓപ്ഷൻ സി ELCB ആൻഡ് ഓപ്ഷൻ ഡി RCCB. മനസ്സിലായോ? അപ്പൊ നമുക്കറിയാം വൈദ്യുതിയുടെ താപബലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണമാണ് എന്തെന്ന് പറയുന്നത്? സുരക്ഷാ ഫ്യൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ സുരക്ഷാ ഫ്യൂസ് എന്നുള്ളതാണ്.
ഓക്കെ, അതായത് ഇപ്പോൾ ഒരു സർക്യൂട്ടിൽ കൂടെ അമിതമായിട്ട് വൈദ്യുതി പ്രവഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അവിടെ താപനില വർദ്ധിക്കുകയും അതിന്റെ ഫലമായിട്ട് ഈ വയർ ഉരുകിയിട്ട് അവിടുത്തെ സർക്യൂട്ടിനെ, ഫ്യൂസ് വയർ ഉരുകിയിട്ട് അവിടുത്തെ സർക്യൂട്ടിനെ ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. അപ്പൊ അതുവഴി നമുക്ക് ആ ഉപകരണത്തെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. മനസ്സിലായ? ഒരു സർക്യൂട്ടിലൂടെ വൈദ്യുതി ഓവറായിട്ട് പ്രവഹിക്കുന്ന സമയത്ത് അവിടെ താപനില വർദ്ധിച്ച് ആ ഫ്യൂസ് വയർ അങ്ങ് ഉരുകിപ്പോയിട്ട് സർക്യൂട്ട് ബ്രേക്ക് ആവും. അപ്പൊ അത്തരത്തിൽ നമുക്ക് ആ ഉപകരണത്തെ കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അപ്പം വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണം ഏതാണ്? സുരക്ഷാ ഫ്യൂസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. എന്നാലും നമ്മൾ ബാക്കി ഓപ്ഷൻസ് പറഞ്ഞിരിക്കണ്ടേ? MCB എന്ന് വെച്ചാല് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ്. MCB എന്ന് വെച്ചാല് ഏതാണ്? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കറിനെയാണ് എന്തെന്ന് പറയുന്നത്? MCB എന്ന് പറയുന്നത്. അതായത് ഈ ഓവർ കറണ്ട്, ഷോർട്ട് സർക്യൂട്ട് ഇതിൽ നിന്നൊക്കെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ MCB എന്ന് പറയുന്നത്. MCB പ്രൊട്ടക്ട് ചെയ്യുന്ന ഓവർ കറണ്ടിനെയും ഷോർട്ട് സർക്യൂട്ടിനെയും ഒക്കെയാണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. അടുത്തത് ഏതാണ്? ELCB എന്ന് പറയുന്നതാണ്. ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. ELCB എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. അതുപോലെ തന്നെ RCCB എന്തോ ഫുൾ ഫോം എന്നറിയാമോ? റെസിജ്വൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ. റെസിജ്വൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ. ഇത് രണ്ടും എർത്ത് ലീക്കേജിൽ നിന്നുള്ള കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. എർത്ത് ലീക്കേജിൽ നിന്നുള്ള കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? ELCBയും RCCBയും. ELCB എന്ന് വെച്ചാൽ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ. RCCB എന്ന് വെച്ചാൽ റെസിജ്വൽ കറന്റ് സർക്യൂട്ട് ബ്രേക്കർ. ഇത് രണ്ടും എർത്ത് ലീക്കേജിൽ നിന്നുള്ള കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കുന്നു. മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ അല്ലെങ്കിൽ MCB എന്ന് പറയുന്നത് എന്താണ്? ഓവർ കറണ്ട്, ഷോർട്ട് സർക്യൂട്ട് ഇതിനൊക്കെ സംരക്ഷിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? MCB എന്ന് പറയും. മനസ്സിലായോ? അപ്പൊ ഇത്രയും 3 ഓപ്ഷൻസ് കൂടെ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മറ്റു ക്വസ്റ്റ്യൻസ് ഒരുപക്ഷെ ഇതിനെയൊക്കെ വെച്ചിട്ടുള്ള വേറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓരോ ഓപ്ഷൻ എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. മനസ്സിലായല്ലോ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫിലമെന്റ് ലാമ്പുകളിലെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ഫിലമെന്റ് ലാമ്പുകളിലെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹമാണ് എന്തെന്ന് പറയുന്നത്? ഏതാണ്? കോപ്പർ ആണോ? സിൽവർ ആണോ? ടങ്സ്റ്റൺ ആണോ? ടൈറ്റാനിയം ആണോ? ഏതാണ്? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഏതാണ് ഉപയോഗിക്കുന്നത്? അത് ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? ഇത്രയും നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ടങ്സ്റ്റൺ ആണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും. ഫിലമെന്റ് ലാമ്പുകളിലെ ഫിലമെന്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതാണ്? ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റന്റെ എന്ത് പ്രത്യേകതയാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ടങ്സ്റ്റന്റെ ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്നുള്ള ഒരു പ്രത്യേകത കാരണം അല്ലെ? ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്ന് വെച്ചാൽ ഉയർന്ന താപനിലയിലും പ്രകാശം തരുമ്പോൾ അത് ഉരുകാതെ നിലനിൽക്കും എന്നുള്ളത് കൊണ്ട് ടങ്സ്റ്റൺ ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണുള്ളത്. അപ്പൊ ഉയർന്ന താപനിലയിൽ പ്രകാശിക്കുമ്പോൾ അത് ഉരുകാതെ നിൽക്കും എന്നുള്ള പ്രത്യേകത കാരണമാണ് ഫിലമെന്റ് ലാമ്പുകളിൽ ഫിലമെന്റ് നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്? ടങ്സ്റ്റൺ ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? ഏതാണ് ആൻസർ? എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്? ഇത് ഇത്രയും മാത്രം നമ്മൾ ക്വസ്റ്റ്യനിൽ പഠിച്ചിരിക്കാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണ്? ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയുടെ വോൾട്ടേജ് എത്രയാണെന്ന് അറിയാമോ? 230 വോൾട്ട് ആണ് ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള
വൈദ്യുതിയുടെ വോൾട്ടേജ് നമുക്ക് യൂഷ്വലി അറിയാവുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയുടെ വോൾട്ടേജ് എന്ന് പറയുന്നത് 230 വോൾട്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിട്ടുള്ളവയിൽ ഊർജ ലാഭത്തിന് ഗണ്യമായി സഹായിക്കുന്നത് ഏതാണ്? ഊർജ ലാഭം ഓക്കെ ഏതാണ്? ഫിലമെന്റ് ബൾബാണോ, CFL കോമ്പാക്ട് ഫ്ലൂറസെന്റ് ലാമ്പാണോ, LED ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണോ, അതോ ഇവയെല്ലാമാണോ? ഏതാണ് ഊർജ ലാഭം? നമുക്ക് ഊർജ ലാഭത്തിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് ഏതായിരിക്കും? നമുക്ക് നോർമലി അറിയാം ഏതായിരിക്കും. LED ആയിരിക്കും അല്ലെ. ദാറ്റ് ഈസ് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആയിരിക്കും. കാരണം മെയിൻ ആയിട്ട് LED വൈദ്യുതിയുടെ ഉപഭോഗം എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് ഇപ്പൊ നമുക്ക് ഒരേ പ്രകാശം തരാനാണെങ്കിൽ ഒരേ പ്രകാശം ലഭിക്കുന്നതിനായിട്ട് ഇപ്പം ഫിലമെന്റ് ബൾബും CFL ഒക്കെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും വളരെ കുറച്ച് വൈദ്യുതി മാത്രമേ എന്തുപയോഗിക്കത്തുള്ളൂ? LED ഉപയോഗിക്കത്തുള്ളൂ. അപ്പൊ വൈദ്യുതിയുടെ ഒരു ഉപഭോഗം വളരെ കുറവ് എന്നുള്ളത് LED വളരെ വലിയൊരു പ്രത്യേകതയാണ്. അതുപോലെ താപനഷ്ടവും കുറവാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഫിലമെന്റ് ബൾബിലൊക്കെയാന്ന് വെച്ചാൽ എനർജിയുടെ ഒരു ഭൂരിഭാഗം താപോർജ്ജമായിട്ട് നഷ്ടപ്പെട്ടു പോകും. മനസ്സിലായോ? പക്ഷെ നമ്മുടെ LED-യിലാണെങ്കിൽ എനർജി നേരിട്ടങ്ങ് പ്രകാശോർജ്ജമായിട്ട് മാറുക അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ താപനഷ്ടവും കുറവാണ് LED-ക്ക്. അപ്പം വൈദ്യുതിയുടെ ഉപഭോഗം കുറവാണ്, അതുപോലെ തന്നെ താപനഷ്ടവും കുറവാണ് LED-ക്ക്. അപ്പൊ അതുകൊണ്ട് തന്നെ ഊർജ ലാഭത്തിന് ഗണ്യമായിട്ട് സഹായിക്കുന്നത് ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ഏതാണ്? ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ്. മനസ്സിലായോ? ഇതൊക്കെ ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ അറിഞ്ഞു വെക്കുക. ഇത്തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അറിഞ്ഞു വെക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. കാര്യം നമുക്കൊരു ഏതൊരു എക്സാമിനെ ഫേസ് ചെയ്യുന്ന സമയത്തും എന്താണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുക, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ, ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്, അല്ലെങ്കിൽ SCERT നിന്ന് കാര്യമായ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടോ. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കൂടെ നമുക്ക് മനസ്സിലായ ഒരു പ്രധാനമായ കാര്യം എന്ന് വെച്ചാൽ SCERT നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ആ ഒരു സെന്റൻസ് ഒക്കെ അതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്ത് തന്നെ ചോദിച്ചിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം SCERT വായിച്ചാൽ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇലക്ട്രിസിറ്റി വർക്കർ KCBയുടെ ഇലക്ട്രിസിറ്റി വർക്ക് എന്നുള്ള എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരെ എല്ലാ എക്സാമിനും ഉപകാരപ്രദമാണ്. പ്രത്യേകിച്ച് നമ്മൾ ഇപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നത് കൊണ്ട് ഈ ഒരു എക്സാമിന് വളരെ ഉപകാരപ്രദമാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ. അപ്പൊ നമുക്ക് SCERT നല്ല രീതിയിൽ വായിക്കാനൊക്കെ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ സാധിക്കും. പിന്നെ ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, പിന്നെ നമ്മൾ ആദ്യം കണ്ടതുപോലെ സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഉള്ളത് കൊണ്ട് തന്നെ അല്ലെ നമുക്ക് അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പം കാര്യമായ രീതിയിൽ തന്നെ പഠിക്കണം എന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷനിലൂടെ മനസ്സിലാവും. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.